വിക്രമന്റെയും മുത്തുവിന്റെയും മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മുത്തു ഇന്നെന്താ പരിപാടി? നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ എല്ലാവരും റെക്കമെൻഡ് ചെയ്ത പോർക്ക് വെച്ചൊരു ഐറ്റം പിടിക്കാം. അപ്പൊ നമുക്കിന്ന് അങ്കമാലി പോർക്ക് വെച്ചൊരു ട്രൈ ചെയ്ത് നോക്കാം. കാരണം എന്താ വെച്ചാൽ ഈ പോർക്കിന് ഒരുപാട് ഫേമസ് ഈ അങ്കമാലിയാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. അങ്കമാലി എന്നാണ് തോന്നുന്ന ആൾക്കാർ കൂടുതൽ പോർക്ക് കഴിക്കും. പിന്നെ ഇപ്പൊ കുറച്ച് ആൾക്കാർ പോർക്ക് കഴിക്കില്ല, കുറെ ആൾക്കാർ പോർക്ക് വീട്ടിൽ ഉണ്ടാക്കില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും അവഗണിച്ച പോർക്ക് കുട്ടന്മാരെ നമുക്കിന്ന് ചേർത്ത് പിടിക്കാം. അതാണ് നമ്മുടെ ഇന്നത്തെ ടാർജറ്റ്. അപ്പൊ ഞങ്ങളേ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ പോയി പോർക്കൊക്കെ വാങ്ങി. അപ്പൊ നിങ്ങൾ പോയിട്ട് പോർക്കൊക്കെ വാങ്ങിയതൊന്ന് പോയി കാണും. നമ്മുടെ അങ്കമാലി ഒരു ജോസേട്ടുണ്ട്, നമ്മുടെ അങ്കമാലി ഡയറീസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ജോസേട്ടൻ. അപ്പൊ അവിടെയൊക്കെ പോയിട്ടാണ് നമ്മൾ പോർക്കൊക്കെ വാങ്ങിയത്. അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് പോവാ. എന്നിട്ട് നമുക്ക് നേരെ കിച്ചണിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ. ജോസേട്ടൻ കേട്ടാ, ജോസേട്ടൻ മാർക്കറ്റിൽ പോയിരുന്നു. അപ്പൊ നമുക്കിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അങ്കമാലി പോർക്ക് ഫ്രൈ. അതിന്റെ പണിസാധനങ്ങളൊക്കെയാണ് ഈ നിരത്തി വെച്ചേക്കുന്നത്. കംപ്ലീറ്റ് ഐറ്റംസ് ഇത് റെഡിയാണ്. പോർക്കൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പോർക്ക് ഇൻഗ്രീഡിയൻസ്, ഇതിനുള്ള പാത്രങ്ങൾ, കുക്കർ എല്ലാം സെറ്റാണ്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള പോലെ നമ്മുടെ ആസ് യൂഷ്വൽ നമ്മൾ കുക്കർ എടുക്കുന്നു. പോർക്ക് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെയ്യാവുന്ന കാര്യം, ഇറച്ചി കുറച്ച് കൂടുതലാണ്. അപ്പൊ നമ്മുടെ കുക്കറിൽ കൊള്ളാവുന്നത് നമുക്കിന്ന് കുക്ക് ചെയ്യാം. സാധാരണ ഈ പോർക്ക് കുക്ക് ചെയ്യുമ്പോൾ ആൾക്കാർ പേടിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് പറയാം, ഇതിനകത്ത് മൊത്തം നെയ്യ് വരും, പിന്നെ അത് നെയ്യായിട്ട് കഴിക്കാൻ പറ്റില്ല, ആകെ മട്ടിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനുള്ള ഒരു പരിഹാരമാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഈ പോർക്കിലുള്ള നെയ്യും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം അങ്ങോട്ട് പുറത്തെടുക്കുന്നു, എന്നിട്ട് അതങ്ങോട്ട് ഊറ്റിക്കളയാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള പോലെ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുക്കറിലേക്ക് കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മൾ ഇത്ര നമുക്ക് ഇനി ഇടണ്ട. ഒരുപാട് ഓവർലോഡ് ചെയ്താലേ നമുക്കിത് പ്രഷർ ചെയ്ത് വേവാനായിട്ട് പ്രശ്നം വരും. അപ്പൊ കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം, അത് പിന്നെ എപ്പോഴെങ്കിലും നോക്കാം. അപ്പൊ ഏകദേശം ഇത്ര വെക്കാം. അപ്പൊ അതിലേക്ക് ആവശ്യമായ കുറച്ച് മഞ്ഞപ്പൊടി ആദ്യം ഇടാം. ആദ്യം നമ്മളിപ്പോൾ ഇറച്ചി എടുത്തു, അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. കുറച്ച് മതി കേട്ടോ, ലേശം. പിന്നെ അടുത്ത ഐറ്റം നമ്മുടെ ഉപ്പ്. അപ്പൊ നമ്മളത് ഉപ്പിട്ടു. ഉപ്പ്, മഞ്ഞപ്പൊടി, ഈ രണ്ട് സംഭവമായി കഴിഞ്ഞാൽ ഇനി ഒന്നും നോക്കാനില്ല. നമുക്കിത് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് തിരുമ്മി കൂട്ടാം. ഉപ്പിന്റെ കണക്കാണ് എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ. നമ്മളെന്തായാലും ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനം നോക്കിയിട്ട് തീരുമാനിക്കാം. പിന്നെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഈ കാണുന്ന പോർഷൻസ് ആണ് ഇതിന്റെ ഈ തൊലിക്കഷ്ണം. പിന്നെ ഇതാണ് ഇതിന്റെ അകത്തിറച്ചി. ഓക്കെ, ഇത് കുറച്ചൊക്കെ കട്ട് ചെയ്ത് വിറപ്പിച്ചെടുക്കണം. ഞാൻ പിന്നെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അവർ നുറുക്കിക്കൊണ്ടു ചെറുതായിട്ടൊന്ന് ചെറുതാക്കിയതേ ഉള്ളൂ. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് ഇതിന്റെ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നെയ്യൊക്കെ ഇങ്ങോട്ട് ഉരുകി പോരണമെന്ന്, അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിക്കാം. ഏകദേശം ഇത്ര അങ്ങോട്ട് ഒഴിച്ച് കുക്കർ അങ്ങോട്ട് അടയ്ക്കാം. ഓക്കെ, കുക്കർ അടച്ച് ഇനി നമുക്ക് ഐശ്വര്യമായിട്ട് തീ കത്തിക്കാം. സംഭവം ഫുൾ സെറ്റ് ഫുൾ പവർ. ഓക്കെ, ഇത് ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് ഉണ്ട്. അണ്ടർ കുക്കിംഗ് ഓഫ് പോർക്ക് ഈസ് എ പണിഷബിൾ ഒഫൻസ്. അതെല്ലാവരും മനസ്സിലുണ്ടാവണം കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന് കുക്കറിന്റെ പോർക്കിന് നമുക്കൊരു 3 വിസിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് നമ്മൾ തുറന്നു നോക്കുന്നു, വെന്തോന്ന് കൺഫേം ചെയ്യുന്നു, എന്നിട്ട് രണ്ടാമത് വെക്കുന്നു. ഓക്കെ, അത്രയും പ്രോസസ് അതിലുണ്ട്. അപ്പൊ അത് അവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. അത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മുടെ സാധനങ്ങൾ ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പൊ അത് കാരണം നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് അരിയാം. ആസ് യൂഷ്വൽ സിമ്പിൾ. ഷെഫ് കുക്കിനൊക്കെ ഇത് നിസാരല്ലേ. ചക്ക പരമാവധി കനം കുറച്ചരിയാം. അപ്പൊ നമുക്ക് വഴണ്ടി കിട്ടാനായിട്ട് കുറച്ച് എളുപ്പമായിരിക്കും. കനം കൂടുന്നോറും അതിങ്ങനെ മുരിയില്ല. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അതിരുന്ന് വിസിലടിച്ച് വേവട്ടെ. അത് വേവളം, പിന്നെ അതിന്റെ ഉള്ളിലുള്ള പ്രഷർ പോകണം, സമയം എടുക്കും. നമ്മൾ ഇറച്ചിയുടെ ബേസ് നമ്പർ ഓഫ് വിസിലാണ്. ഇപ്പോൾ ബീഫിനൊക്കെ ആണെങ്കിൽ നമ്മളൊരു 6 വിസിലൊക്കെ ഡിപ്പെൻഡ് അപ്പോൺ ദ ബീഫ് കിട്ടാം. ഇതിനിപ്പോൾ ശരിക്കും ഒരു 2 നമ്മളൊരു 3 നമുക്ക് പിടിക്കാം. നമ്മളിതിനാകെ ഒരു 2 സവോളയാണ് എടുത്തതാണ്. നമ്മുടെ പച്ചമുളകൊക്കെ ഇതിങ്ങനെ നീളത്തിലാണ്ട് ഒരു ഐഡിയയിലങ്ങോട്ട് കട്ട് ചെയ്തിടുക. വട്ടത്തിൽ അരിയാറില്ല ആരും. അത് മുട്ട പൊരിക്കുമ്പോഴാണ് സാധാരണ മുളക് വട്ടത്തിലരിയുന്നത്. ഇതിങ്ങനെ നടുകീറിട്ടാലും മതി. ഇത് ഇഞ്ചിയൊക്കെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഇതാക്കി വെച്ചിരിക്കുന്നതാണ്. ചെറിയ ചീള് പോലെ നമ്മളൊരു ഇതിലിട്ട് ചതച്ചാലും മതി. വിക്രമ ഇത് കണ്ടിട്ട് അരിഞ്ഞു കൂട്ടിയപ്പോൾ ഒരു ലോഡുണ്ട് കേട്ടാ. സബോള, ഇഞ്ചി, പിന്നെ ഞാൻ വെളുത്തുള്ളി നേരത്തെയോ തൊലി കളഞ്ഞ് വെച്ചിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് വറ്റൽ മുളക്. അയ്യോ, ഉപ്പ് നമ്മൾ എത്ര ഇട്ടു നേരത്തെ? ഓർമ്മയില്ല, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഐറ്റംസ് കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അങ്കമാലി പോർക്കിൽ മറന്നു പോകാത്തൊരു സാധനമുണ്ട്, തേങ്ങാക്കൊത്ത്. തേങ്ങയുടെ കഷ്ണം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ കൊത്തി എടുക്കണം. എങ്ങനെയാണ് എൻ്റെ നൈഫ് സ്കിൽ വേണമെങ്കിൽ ഒന്ന് കണ്ടോളൂ. തേങ്ങ ഇങ്ങനെ പിടിക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ കത്തി വെച്ച് ഇതിങ്ങനെ പൂളി എടുക്കണം. കുത്തി എടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം നാളികേരത്തിലാണ് നമ്മൾ പിടിച്ചത് കേട്ടോ.
അതെ, അപ്പൊ നാളികേരാണെങ്കിൽ നമ്മുടെ ഒരേ ഒരു രക്ഷ. അയ്യോ, അധികമായാലും അമൃതും വിഷട്ടോ. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. പരിചയം ഉണ്ടായി കഴിഞ്ഞാൽ ഈ സാധനം കത്തി ഇങ്ങനെ ആക്കുന്ന സമയത്തായിരിക്കും തെറ്റി ഇങ്ങനെ കൈ കയറുക. അത് ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് അങ്ങോട്ട് ഇടാം. ഇത് ഒരുപാട് തിക്നെസ് വരരുത്. അപ്പൊ അതിനനുസരിച്ച് നമ്മളൊന്ന് കനം കുറയ്ക്കണം. അപ്പൊ നമ്മുടെ തേങ്ങ ഇത്ര മതി. നമ്മൾ ഒരു കുറച്ചെടുത്തുള്ളൂ കേട്ടോ തേങ്ങ. ഓ, സൈറൺ മുഴങ്ങി. ഇനി നമുക്ക് അടുത്ത് നോക്കാം. നമുക്ക് 3 അടിച്ചിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ഐറ്റംസ് കൂടെ റെഡിയാണ്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. അതെ, നമ്മുടെ 3 വിസിലടിച്ചു കേട്ടോ. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഇതിൻ്റെ അകത്തെ ആ ഇതൊക്കെ പോട്ടെ, ഗ്യാസൊക്കെ പോട്ടെ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. എന്നിട്ട് സംഭവം വെന്തില്ലെങ്കിൽ നമ്മൾ രണ്ടാമതും വേവിക്കണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ഒരു 10-15 മിനിറ്റ് ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. നമുക്കിതൊന്ന് നോക്കാം. അതെ, കണ്ടോ, ഇതിപ്പോൾ ഇതിൻ്റെ വെയിറ്റ് പൊക്കി. ഇതിനകത്ത് ഗ്യാസ് ഒന്നുമില്ല. ഇപ്പം എല്ലാം പോയി, സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ കണ്ടോ, ഇത് നമ്മളിപ്പോൾ തുറന്നു നോക്കി. ഇത് വെന്തോന്ന് നോക്കുന്നത് പ്രധാനമായിട്ടുണ്ടല്ലോ. ഇതിൽ ഏറ്റവും കൂടുതൽ വേവ് വരുന്നത് ഇതിൻ്റെ തൊലിയിലാണ്. ഓക്കെ, നമ്മൾ ഈ തൊലിയാണ് വെന്തോന്ന് നോക്കേണ്ടത്. അവിടെയാണ് നമുക്ക് കൂടുതൽ വേവ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു തൊലി കഷ്ണം കറക്റ്റായിട്ട് വെന്തുണ്ടോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. അത് വെന്ത് കഴിഞ്ഞാൽ സംഭവം വെന്തു. കണ്ടോ, ഇതിന് നെയ്യ് കണ്ടോ. ഈ നെയ്യാണ് സാധാരണ ആൾക്കാരെ പോർക്ക് ഉണ്ടാക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന പ്രധാന ഘടകം. കാരണം ആൾക്കാർക്ക് ഈ നെയ്യ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. ഇതൊക്കെ കറിയിലിട്ട് മിക്സ് ചെയ്ത് അലമ്പാക്കി കഴിക്കാൻ പറ്റാതെ റിജക്റ്റ് ചെയ്ത് ഇത് നമ്മളിങ്ങനെ ഒന്ന് പിടിച്ച് നോക്കണ്ട. ഏറ്റവും ഔട്ടർ പോർഷൻ ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ ചൂടാട്ടാ. ടെമ്പറേച്ചർ തിരുമ്പാനൊന്നും പറ്റില്ല. അങ്ങനെ കൈ ഭയങ്കര ചൂടാണ് ഗേൾസ്. സൂപ്പർ. അടുത്ത പരിപാടി, ഈ നെയ്യാണ് ഇതിന്റെ പ്രശ്നക്കാരൻ. നമുക്ക് അപ്പം നെയ്യ് അങ്ങോട്ട് ഒന്നും നോക്കണ്ട. ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ടാണ്ട് ഊറ്റാം. നെയ്യ് അങ്ങോട്ട് നമ്മൾ ഊറ്റിക്കളയുന്നു. ഇവ നമ്മൾ ആ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടപ്പോഴേ ഇതിനകത്തുള്ള നെയ്യ് ഇങ്ങോട്ട് കക്കി പുറത്തോട്ട് വന്നു. ഓക്കെ, ഇതിനകത്തോട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ നെയ്യ് ഇങ്ങനെ വന്ന് വീണോട്ടിരുന്നു. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് സാധനം നമ്മൾ ഊറ്റി റെഡിയാക്കി വെച്ചോട്ടോ ഗൈസ്. ഇതാണ് ഇതിന്റെ നെയ്യും വെള്ളവും. ഇത് നമുക്ക് ആവശ്യമില്ല തൽക്കാലം. ഫ്രൈ ഉണ്ടാക്കാനായിട്ട് തൽക്കാലം ഇത് ആവശ്യമില്ല. അപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉരുളി റെഡി. നമുക്കിനി ഫ്രൈ ചെയ്യാനുള്ള ഉരുളി. അപ്പോൾ നമുക്കിനി അതങ്ങോട്ട് ഐശ്വര്യമായിട്ട് അങ്ങ് വെക്കാം. ഐശ്വര്യമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം. ഇതിനകത്ത് കുറച്ച് വെള്ളം ഇതിനകത്തുള്ള വെള്ളമാണ് പൊട്ടിത്തെറിക്കുന്നത് കേട്ടോ. കുറച്ച് ജീരകം ഇടേണ്ടതാണ്. പക്ഷെ ജീരകം എനിക്കിഷ്ടമല്ല. ജീരകത്തിന് ഒരു മെഡിസിനൽ സ്മെല്ല് വരുന്നുണ്ട്. ഞാൻ ബുദ്ധിപരമായിട്ട് അങ്ങോട്ട് ജീരകം ഒഴിവാക്കി. പിന്നെ നമ്മളിപ്പോൾ നാളികേരം ഇട്ടു, കുറച്ച് വറ്റൽ മുളക് ഇട്ടു, ഒരു കതിർ കറിവേപ്പില. ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. അപ്പോൾ ആൾക്കാർ ഓടി വരുമോ? കഴിഞ്ഞ എപ്പിസോഡ് പോലെ സ്വിമ്മിംഗ് പൂളിൽ ആരോട് ഓടി വരില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളികേരം ഞങ്ങളൊന്ന് ചൂടാക്കിയതാന്നൊക്കെ. ഇവിടെ ഞങ്ങളുടെ എക്സോസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ അത് ഇട്ടാൽ കൂടെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിരിക്കും. ഇത് ഏകദേശം നമ്മളിപ്പോൾ ഒന്ന് വാടിയുണ്ടല്ലോ. നമ്മുടെ കുറച്ച് ഇഞ്ചിയും പിന്നെ നമ്മൾ നേരത്തെ എടുത്തുന്ന പച്ചമുളക് അതും കൂടി ഒന്ന് ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി നമ്മൾ തീയൊക്കെ വളരെ മിനിമമായിട്ടേ വെച്ചിട്ടുള്ളൂ. അത് ആലോചിക്കണം. മുളക് വരുമ്പോൾ അതിൻ്റെ ഒരു പുക മൂക്കിലോട്ട് അടിച്ച് കഴിഞ്ഞാൽ തുമ്മാൻ വരും കേട്ടോ. ഇത് ഏകദേശം ഇതായിട്ടുണ്ടെന്ന് വിചാരിക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് എരിഞ്ഞ നമ്മുടെ സബോള അങ്ങോട്ട് ഇടാം. സബോള അങ്ങോട്ട് പരന്നെടുക്കട്ടെ. ഇതിപ്പോൾ നമുക്ക് ഏകദേശം ആയിട്ട് നട്ടാ തോന്നണേ. ഏകദേശം ഒരു ബ്രൗൺ കളർ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ അങ്ങോട്ട് ഇടാം. പൊടികൾ നമ്മൾ മഞ്ഞപ്പൊടി അതിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടിയാണ്. ഗരം മസാലപ്പൊടി ഒന്നും സാധാരണ ഞാൻ ഇടാറില്ല. ആൾക്കാർ ചോദിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാനതുകൊണ്ട് ഒരു ലേശം കുറച്ചിട്ടാ. ഇത് നമ്മുടെ മല്ലിപ്പൊടിയാണ്, അതൊരു ലേശം. ഇനി നമുക്ക് വേണ്ടത് എരിവുള്ള മുളക് പൊടി. നമുക്ക് ഒരു ടീസ്പൂൺ ഇടാം അല്ലേ? കുറച്ചുകൂടി ഇടണം. വേണമെങ്കിൽ കുരുമുളകിൽ അഡ്ജസ്റ്റ് ചെയ്യാം. കുരുമുളകിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ കാശ്മീരി, അയ്യോ ദൈവമേ, കാശ്മീരി നമുക്കൊരു കളറിന് വേണ്ടിയിട്ടാണ്. കൈ പൊള്ളിപ്പോയില്ലേ, സംഭവം സെറ്റേ. ഇതൊന്ന് ഇളക്കുക. ഏകദേശം ഇപ്പോൾ ഇതൊരു മൂത്ത പോലെ ഉണ്ടല്ലോ. ഇത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇതിൻ്റെ കുറച്ചൊരു ഗ്രേവി, ഒരുപാട് വേണ്ട. അതെന്ന് വെച്ചാൽ ഒരു മിക്സിങ്ങിന് ഒരു ലിക്വിഡിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓറാക്കി കുളമാക്കളടാന്ന് പറയുന്ന പോലെ ഓറാക്കൂല പേടിക്കണ്ട ആക്കൂല. ഏകദേശം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മനസ്സിലായില്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ച ഈ സാധനം അങ്ങോട്ട് ഇടുന്നു. ഇത് ഇട്ടിട്ട് കടുക് വറ ഇതിൻ്റെ ഏകദേശം നമ്മുടെ ഒരു 90% പണി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. മണം മാത്രം ഉള്ളതോ പോലെ. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറയാം. ഇതിനകത്തൊന്ന് എരിവ് നോക്കുക. എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇടുക. ഒരു കഷ്ണം കഴിച്ചിട്ട് ഇതിന് എന്താ അവസ്ഥ എന്ന് നോക്കട്ടെ കേട്ടോ. കഴിച്ചു. എരിവ് കുറവുണ്ട് അല്ലേ? അതിന് നമുക്ക് കുരുമുളക് പൊടി ഇടാം. എരിവിന് ചെറിയൊരു ഷോർട്ടേജ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച്
കുരുമുളക് പൊടി ഇങ്ങോട്ട് ഇടാം. അപ്പോൾ നമ്മുടെ ഐറ്റം ഫുൾ സെറ്റ്, ഫുൾ പവർ. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാരെ വിളിക്കാം. ഓക്കെ, അപ്പൊ തീ നിർത്താൻ പോലെ എൻ്റെ അമ്മോ. കൊള്ളാം. കുറച്ചുകൂടിയും ഒരു എരിവ് വരണം. ചിലവർക്ക് എരിവ് സ്പൈസി കുറച്ച് കൂടുതൽ ഉള്ളതാണ്. കുട്ടികളുള്ളതുകൊണ്ട് പിടിച്ചതാണ്. കുറച്ചുകൂടി എരിവ് വരാനുണ്ട്. ബാക്കിയൊക്കെ ഓക്കെയാണ്. ബാക്കിയൊക്കെ എവരിത്തിങ് ഫൈൻ. ആ പോർക്ക് വാങ്ങിയത് കറക്റ്റായിട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നെയ്യ് വളരെ കുറച്ച് എണ്ണയിൽ ഒരു 7 കൊടുക്കാം. അപ്പൊ നമുക്ക് കുരുമുളക് കുറച്ച് അടുത്ത പ്രാവശ്യം കൂട്ടിയിട്ടാലേ കണ്ടു ചേട്ടൻ 10 തരുള്ളൂ. ഞാൻ പോർക്ക് ഒത്തിരി കഴിച്ചിട്ടില്ല, പക്ഷേ സാധനം സൂപ്പറായിട്ടുണ്ട്. കുറച്ചും കൂടെ എരിയാവാം എന്നുള്ളതാണ് ഒരു അഭിപ്രായം. ഇത് പെറോട്ടയായിട്ട് ഇപ്പോഴാണ് കഴിക്കാൻ തുടങ്ങിയത്. പെറോട്ടയ്ക്ക് മുമ്പ് മാത്രമായിട്ട് കഴിക്കാനും സൂപ്പറായിട്ടുണ്ട്. പിന്നെ അറിയാലോ, മറ്റേ സാധനം ഉണ്ടെങ്കിൽ സൂപ്പറായിട്ടുണ്ട്. 9.5. സൂപ്പറാണ്, കുഴപ്പമില്ല. എനിക്കും പറയാനുള്ളത് എരി കുറവ്, കുറച്ചും കൂടി എരിവാവാം. അപ്പോൾ നെക്സ്റ്റ് ടൈം ആക്കുമ്പോൾ കുറച്ച് എരിവോടുകൂടി ആക്കുക. ഔട്ട് ഓഫ് 10 8.5. നല്ലതാണ്. പോർക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അധികം പാകത്തിന് എരിവ് എനിക്ക് പാകത്തിനാണ് തോന്നിയത്. കുറച്ച് വിനാഗിരി ചേർത്തിരുന്നു. ഇല്ല, അധികം ചേർക്കരുത്. അത് പരട്ടി വെച്ചിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ 9. നന്നായിട്ടുണ്ട്. പക്ഷെ അധികം എരിവ് കഴിക്കാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റ് എരിവാണ്. നമുക്ക് സൈഡൊന്നും വേണ്ട, വെറുതെ കഴിക്കാം. സാധാരണ നമ്മൾ പോർക്ക് കഴിക്കുമ്പോൾ അതിന് എണ്ണയൊക്കെ അങ്ങനെ ഒരു മിക്സ് പോലെ വരും. നമുക്ക് അങ്ങനെയല്ല, സാധാരണ ഹോട്ടലിൽ കഴിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എണ്ണ അങ്ങനെ വരും. പക്ഷെ നമുക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാം. ആ ഒരു ചിലപ്പോൾ സാധാരണ പോർക്ക് കഴിക്കുമ്പോൾ ചിലപ്പോൾ ഒരു വേറൊരു സ്മെല്ലും ആ ഇതൊക്കെ ഒരു ഫീൽ ചെയ്യല്ലോ. പക്ഷെ ഇതിൽ അങ്ങനെയൊന്നുമില്ല, നമുക്ക് നോർമൽ തന്നെയാണ്. സാധാരണ ഔട്ട് ഓഫ് 10 ഒരു 9.75. യെസ്, നല്ലോണം വെന്തിട്ടുണ്ട്. എരിവ് കൂടിയിട്ടില്ല, എരിവ് കുറഞ്ഞിട്ടുമില്ല. നൈസ്. ഒന്ന് പൊറോട്ട ആയിട്ടൊന്ന് നോക്കിക്കോട്ടെ. എരിവ് പാകമാണ്, മസാല കറക്റ്റാണ്. എനിക്ക് ഏതെങ്കിലും ഒരു മസാലയുടെ മാത്രം എടുത്ത് കൂടുതലായിട്ട് തോന്നുന്നില്ല. സംഭവം ചോദിച്ചാൽ അത് പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പോർക്ക് ഉണ്ടാക്കുമ്പം അതിൻ്റെ നെയ്യ് ഒരു ഫാക്ടറാണ്. പക്ഷെ ഇതിനകത്ത് എനിക്ക് ആ നെയ്യ് കുറച്ച് ലീനാണ്. അത്ര നെയ്യുടെ ഒരു അതിപ്രസരമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് നൈസ്ലി ഈക്വൽ ബ്ലൻഡ് ആയിട്ടുണ്ട്. 9.5. ഞാൻ പോർക്ക് കഴിക്കില്ല. കൂർഗ് ടൈപ്പ് പോർക്ക് അത് നല്ലതാന്ന് പറയുന്നത്. പോർക്ക് കഴിക്കുന്നവർക്ക് കൂർഗിലുള്ള ഒരു റെസിപ്പിയാണ് അത്. കൂർഗി പോർക്ക് നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ് അടുത്ത ദിവസം. ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കുന്നതിന് മുമ്പേ കഴിച്ചു. എനിക്ക് കൊതി കാരണം ഞാൻ കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബട്ട് എല്ലാവരും പറഞ്ഞ പോലെ എരിവ് കുറച്ച് കുറവായിട്ട് തോന്നി. അതർവൈസ് വെരി ഗുഡ്. 9.8. എരിവിന് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 10 കൊടുത്ത ആളാണ്. അതാണ് എന്നെ അതാണ് അവ എന്നെ വിളിക്കും. 10.5 അവിടെയായിരുന്നു. അപ്പം നെക്സ്റ്റ് ടൈം എന്നെ വിളിക്കണേ. പോർക്ക് ആക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ട്. എരിവ് ആദ്യം കഴിച്ചപ്പം കുറച്ച് കുറവ് പോലെ തോന്നി. പക്ഷെ പോർക്കിൻ്റെ പീസസ് മാത്രം തിന്നുകൊണ്ട് നിൽക്കുമ്പോൾ എരിവുണ്ട്. കൊള്ളാം. പൊറോട്ടൻ്റെ കൂടെ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. പോർക്കിൻ്റെ കൂടെ നല്ലയുണ്ട്, പക്ഷേ ആ ഒരു എരിവിൻ്റെ ഒരു കുറവുണ്ട് പൊറോട്ടൻ്റെ കൂടെ കഴിക്കുമ്പോൾ. ഔട്ട് ഓഫ് 10 ഒരു 9.5. ഞാൻ അങ്ങനെ പോർക്ക് കഴിക്കില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ കഴിച്ചപ്പോൾ എനിക്കെന്തോ ഇതുപോലെ എരിവ് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ കുറഞ്ഞായിട്ട് തോന്നി. പിന്നെ കുറച്ചും കൂടി പുളിയും കുറച്ചൊന്ന് മസാലയല്ല, എന്തോ ഒരു കുറവ്, ചെറിയ എന്തോ ഒരു കുറവ്. ഔട്ട് ഓഫ് 10 9.5.
It's little spicy, but I still like it. I rate it. It's very nice and it's a 10 out of 10. ഓക്കെ എനിക്കിഷ്ടമായി. എനിക്കൊരു പാകമാണ്, നന്നായിട്ടുണ്ട്. എനിക്ക് നല്ല ഇറച്ചിയും കഴിക്കുമ്പോൾ നല്ലതാണ്, സോഫ്റ്റാണ്. 9.5. എല്ലാരും പറയുന്നത് കേട്ടിട്ട് വളരെ നന്നായിട്ടെന്ന് തോന്നിക്കുന്നു. നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, എന്താ കുറവ് എന്തെങ്കിലും ഉണ്ടോ? കുറവ് കൂടുതൽ ഒന്നുമില്ല. ഔട്ട് ഓഫ് 10 എത്രയാണ്? 10. ഒരു കാര്യം കൂടെ മുത്തുവിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നീ ഇങ്ങനെ ആഹാരം ഉണ്ടാക്കുമ്പോ ഞങ്ങളൊക്കെ വിളിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളെ വിളിക്കാതെ ആര് വരും? നിങ്ങളല്ലാതെ ആര് വരുന്നൊക്കെ? ഓക്കെ ഓക്കെ ഓക്കെ. 2, 3. വിക്രമിന്റെയും മുത്തുവിന്റെയും മറ്റൊരു ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. ഓക്കെ, 1, 2, 3. വിക്രമിന്റെയും മുത്തുവിന്റെയും ഞാൻ മറ്റൊരുതോടെ നിങ്ങൾ ഇന്നത്തെ നിങ്ങൾ ഇന്നത്തെ പറയുമ്പോൾ ഞാൻ മറ്റൊരു അത് പഠിച്ചു. മറ്റൊരു എന്ന് പറയുമ്പോൾ കറക്റ്റ് അല്ലേ? അടുത്ത് നിങ്ങളെ. ഓക്കെ, റെഡി? 1, 2, 3.